ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചിലരെയാണ്. മറ്റാരുമല്ല, ഈ ആഘോഷങ്ങളൊക്കെ കണ്ടെത്തിയ, അതിൻ്റെ പിന്നിലെ കഥകൾ ഉണ്ടാക്കിയ ഒരു ആഘോഷം നിർമ്മിച്ച, നമ്മൾക്ക് പോലും അറിയാത്ത ആ അറിവുള്ള ആൾക്കാർ. എത്ര മനോഹരമായിട്ടാണ് ഓരോ ആഘോഷങ്ങളും പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ടാവും. അതിൻ്റെ ഫണ്ടമെൻ്റൽ പർപ്പസ് ഒത്തുചേരലായിരിക്കും, ഒരുമയായിരിക്കും, ആഘോഷമായിരിക്കും, സന്തോഷമായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ഒരു കഥകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ ദീപാവലി ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ആ ഒരു പേരുള്ളതുകൊണ്ട് മാത്രം. ഇപ്പോൾ ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് മക്കളെല്ലാവരെയും കളിച്ച് ചിരിച്ച് നമ്മുടെ ഓണക്കോടി, പൂക്കളം, ഊഞ്ഞാൽ എല്ലാ പരിപാടിയും ഇവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആഘോഷം ഉണ്ടായത്? ഈ ആഘോഷത്തിന്റെ പേരില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഒത്തൊരുമയും ഈ ഓണാഘോഷവും ഈ ഒരു കൂട്ടായ്മ പോലും ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. എത്ര അറിവുള്ള ആൾക്കാരാണ് അവരെല്ലാം. ആ കഥകളൊക്കെ നമ്മൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. നമ്മളാരും മഹാബലിയെ കണ്ടിട്ടില്ല, ദീപാവലിയെ കുറിച്ച് അറിയില്ല, ക്രിസ്മസിനെ കുറിച്ചോ ഇതേക്കുറിച്ചെല്ലാം കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം ഇപ്പോഴും ഇത് ആഘോഷിക്കുന്നത് കഥകളുടെ പിൻബലത്തിലാണ്. അത്രയും സ്ട്രോങ് ആണ്. നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു വാർഷിക ആഘോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാർഷിക ആഘോഷത്തിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ കഴിയുന്നത് അതിൻ്റെ പിന്നിലെ കഥകളാണ്. അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ആനുവൽ ഡേ മാത്രമായിട്ട് മാറും. ആനുവൽ ഡേ അല്ലാതെ ഇതേപോലൊരു ഓണം പോലെ, ക്രിസ്മസ് പോലെ, ദീപാവലി പോലെ, റംസാൻ പോലെ ഒരു ഒത്തുചേരലിൻ്റെ, കൂട്ടായ്മയുടെ ആഘോഷമാക്കി മാറ്റാൻ എന്ത് കഥയാണ് വേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് തന്നെ ആ കഥ ഓൾറെഡി ഉണ്ടാവും. അതൊന്ന് കണ്ടെത്തുക എന്ന ജോലി മാത്രം നമ്മൾ ചെയ്താൽ മതി. പക്ഷെ അതിന് ശേഷമുള്ള നമ്മുടെ ഓരോ ആഘോഷവും ഏറ്റവും മനോഹരമായിരിക്കും.